ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ആദ്യം എല്ലാവരും വിചാരിക്കും രോഹിത് ശർമ്മയുടെ ഇന്നത്തെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുമെന്ന്. പക്ഷേ അതിനും മുന്നോടിയായിട്ട് രോഹിത് ശർമ്മയുടെ മറ്റൊരു കാര്യം പറയാനുണ്ട്. ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുക്കുക ആന മണ്ടത്തരം. ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് ട്രാക്കിൽ ഇത്രയും മൂവ്മെൻറ്റ് കിട്ടാത്തൊരു ഗ്രൗണ്ടിൽ, അതും അഫ്ഗാനിസ്ഥാനെ പോലെ അത്രയും സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്ന, വേരിയേഷൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ടീമിനെതിരെ ഫ്ലാറ്റ് ട്രാക്കിൽ ടേൺ കിട്ടില്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം ബോളിംഗ് തിരഞ്ഞെടുത്തത് വലിയ മണ്ടത്തരമായി പോയി. അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നമുക്ക് T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള T20 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. IPL ശേഷം ഡയറക്റ്റ് പോയിട്ട് T20 വേൾഡ് കപ്പ് കളിക്കേണ്ടി വരും. അതിന് മുന്നോടിയായിട്ട് കിട്ടിയ ഈ ഒരു സീരീസിൽ ഈ ഒരു ബാറ്റിംഗ് സൈഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പരീക്ഷിക്കാൻ സാധിക്കുമായിരുന്ന ഒരു അവസരമാണ് അവിടെ രോഹിത് ശർമ്മ കളഞ്ഞു പൊളിച്ചത്. അടുത്ത മത്സരത്തിൽ ചിന്നസ്വാമിയിൽ ടോസ് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല. സോ അങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു ഫ്ലാറ്റ് ട്രാക്കിൽ മൂവ്മെൻറ്റ് ഇല്ലാത്ത ഈ ഒരു പിച്ചിൽ ഉറപ്പായിട്ടും അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമായിരുന്നു. അത് നശിപ്പിച്ച് കളഞ്ഞു. ഇനി നമ്മുടെ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോഹ്ലിയും അതോടൊപ്പം തന്നെ ജയ്സ്വാളുമാണ് ടീമിലേക്ക് വന്നത്. പുറത്തേക്ക് പോയത് അവിടെ ഗില്ലും അതോടൊപ്പം തന്നെ തിലക് വർമ്മയായിരുന്നു. ആദ്യം തന്നെ അതിനെതിരെ കുറേ പ്രശ്നങ്ങൾ ട്വിറ്ററിൽ ഉണ്ടായിരുന്നു. ഗില്ലിനെ കളയുണ്ടായിരുന്നു, രോഹിത് ശർമ്മയ്ക്ക് പുറത്തിരുന്നാണ് പോരുന്നത്. അതിനെ ഡിമാൻഡ് ചെയ്യുന്നൊരു ബാറ്റിംഗ് സൈഡ് തന്നെയായിരുന്നു രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ഡക്ക്. സത്യം പറഞ്ഞാൽ T20 സ്ക്വാഡിൽ അദ്ദേഹം ഒരു ഇടം അർഹിക്കുന്നില്ല. ക്യാപ്റ്റനായിട്ടുമല്ല ബാറ്ററായിട്ടുമല്ല അദ്ദേഹം ഒരു ഇടം അർഹിക്കുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് രണ്ട് സീനിയർ പ്ലേയേഴ്സും കോഹ്ലിയും അതോടൊപ്പം രോഹിത് ശർമ്മയും മാറി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമിനെ കൊണ്ട് നമുക്ക് T20 വേൾഡ് കപ്പിൽ കളിപ്പിക്കാൻ പോകാൻ സാധിക്കും. 15 പേരെ മാത്രമേ നമുക്ക് T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതിൽ 2 സ്പോട്ടുകളുടെ ബുക്കിംഗ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ ബാലൻസ് മൊത്തത്തിൽ തന്നെ താളം തെറ്റുന്ന രീതിയിൽ അത് സംഭവിക്കും. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, അതെന്തായാലും ഞാൻ പുറകെ പറയാം. വൺ വന്ന കോഹ്ലി ഒരു അഗ്രസീവായിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻറ്റ് വ്യക്തമായിരുന്നു എന്താണ് ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് അവിടെ പോയെങ്കിലും മനോഹരമായിട്ട് അദ്ദേഹം ബോൾ കളയാതെ കളിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദൂബയുടെയും ജയ്സ്വാളിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റെ പൊന്നെ ഓരോ ബോളും ചുമ്മാ റേഞ്ച് ഹിറ്റ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഗ്രൗണ്ട് ചെറുതാണ്. ആ ഒരു സമയത്ത് ദൂബെ പോലൊരു പവർഫുൾ ഹിറ്റർ ടേൺ ബോളേഴ്സിന് കിട്ടാത്തൊരു പിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. സ്വർഗ്ഗം സ്വർഗ്ഗം അങ്ങനെ തന്നെ പറയും. അതുപോലെ തന്നെ ജയ്സ്വാളിൻ്റെ ഫസ്റ്റ് ബോൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻറ്റ് വ്യക്തമായിരുന്നു. എങ്ങനെ കളിക്കണമെന്ന് അല്ലെങ്കിൽ സ്ക്വാഡിൽ എങ്ങനെ ഉൾപ്പെടണമെന്ന് തെളിയിപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും ഗില്ലിനെ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തിരിക്കുന്നത്, പ്രൂവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അനിവാര്യത തന്നെയാണെന്ന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജിതേഷ് ശർമ്മയെക്കുറിച്ചാണ് പറയാനുള്ളത്. ജിതേഷ് ശർമ്മയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഡൂബെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയണം. ഡൂബെ നമ്മൾ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇങ്ങനെ കളിക്കുമെങ്കിലും ഓവർസീസ് കണ്ടീഷനിൽ പോയി കഴിയുമ്പോൾ നമുക്കറിയാം അധികം ഫുട് വർക്ക് ഇല്ലാത്തൊരു പ്ലെയറാണ്. ഷോർട്ട് ബോളിനെതിരെയൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് അധികം ഷോർട്ട് ബോളുകളൊന്നും അഫ്ഗാനിസ്ഥാൻ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. സോ ഷോർട്ട് ബോളിനെതിരെ സ്ട്രഗിൾ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇതുപോലെ സ്പിന്നേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള സൈഡുകൾക്കെതിരെ പരീക്ഷിക്കാവുന്ന ഒരു ബാറ്റർ തന്നെയാണ് ദൂബെ എന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത്. ബാക്ക് ടു ബാക്ക് 50s. അതോടൊപ്പം തന്നെ എടുത്തു പറയണം, മികച്ച രീതിയിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. 1 to 2 overs ബോൾ ചെയ്യാൻ സാധിക്കും. ഇന്നൽപ്പം എക്സ്പെൻസീവായി പോയി ബോളിംഗ് സൈഡിൽ, എന്നിരുന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ജിതേഷ് ശർമ്മ. ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം എന്താണെന്ന് വിളിച്ചോതുന്ന ആ ഒരു ബോൾ ഫേസിംഗ് ആണ് അദ്ദേഹം അവിടെ നടത്തിയിരുന്നത്. അവിടെ LBW അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ റിവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ബോളിൽ അത് ക്യാച്ച് കൊടുത്ത് ഔട്ടായി. സോ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അദ്ദേഹം കൂടുതലും ഒരു റിസ്കി ഷോട്ടുകൾ നമുക്ക് പറയാൻ പറ്റില്ല, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഷോട്ടുകളാണ് കൂടുതൽ കളിക്കുന്നത്. അത് വലിയൊരു പ്രശ്നമാകുമെന്ന്. അതുപോലെ തന്നെ അങ്ങനെ മാച്ച് ഫിനിഷായി. ഇനി മത്സരത്തിലേക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മിസ് ചെയ്ത വലിയൊരു ചാൻസാണ്. അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബാറ്റിംഗ് ഡെപ്തുള്ള ടീം ഉറപ്പായിട്ടും ഫസ്റ്റ് ബാറ്റ് ചെയ്യണമായിരുന്നു. ഇവർ ഇത്രയും കാലമായിട്ട് കാണുന്നതല്ലേ, പിച്ച് കണ്ടീഷൻ അങ്ങനെ അനലൈസ് ചെയ്യാതിരിക്കാൻ പറ്റും. അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്രയും നല്ല ഫ്ലാറ്റ് ട്രാക്ക് ആണെന്ന്. ഉറപ്പായിട്ടും അത് ചെയ്യണമായിരുന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക തന്നെ വേണമായിരുന്നു. അത് വലിയ മണ്ടത്തിലാണ് കളിച്ചത്. എന്തായാലും ഒരുപാട് ബോളുകൾ ബാക്കി നിൽക്കുകയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ ജയിച്ചത്. ഉറപ്പായിട്ടും ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു 200+ സ്കോർ ഉറപ്പായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് സഞ്ജു സാംസനെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ജിതേഷ് ശർമ്മയ്ക്ക് ഈ ഒരു മത്സരത്തിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ജിതേഷ് ശർമ്മ ചെയ്തിരുന്നെങ്കിൽ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ സഞ്ജു സാംസൻ്റെ ചാൻസ് ഒരു 50% ആയിപ്പോയേനെ. ആൻഡ് എഗെയിൻ ഞാൻ വീണ്ടും പറയുകയാണ്, രോഹിത് ശർമ്മ ഈ ഒരു സ്ക്വാഡിൽ T20 സ്ക്വാഡിൽ ഇടം അർഹിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരുപക്ഷെ പൊങ്കാലകൾ ഉണ്ടാകും, ഐ ഡോണ്ട് കെയർ.